ഫോഴ്സ്ഡ് പോസിറ്റിവിറ്റി ഡേഞ്ചറസ് ആണ്. എന്താ വെച്ചാൽ ഇപ്പോൾ പല ആൾക്കാരും വിചാരം ഉണ്ടാവും എപ്പോഴും നമ്മൾ പോസിറ്റീവാണ് ചിന്തിക്കണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ടുകൾ നമ്മൾ സപ്രസ് ചെയ്യണം. എപ്പോഴും പോസിറ്റീവ് മാത്രം മറ്റൊക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബാക്ക് ഫയർ ചെയ്യും. അത് നെഗറ്റീവ് തോട്ടുകൾ വീണ്ടും പവറിൽ വരും. അത് ഒരു റീസൺ. വേറെ റീസൺ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പോസിറ്റീവ് ഔട്ട്കങ്ങളെ കുറിച്ചാണ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ കാണുന്നത്. നമ്മളിങ്ങനെ സക്സസ് ആവുന്നതും അച്ചീവ് ചെയ്യുന്നതൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംഭവം നമുക്ക് അറിയുണ്ടാവും. നമ്മൾ ഒരു ഗോളിനെ കുറിച്ച് നമ്മളൊരു ഗോള് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ആൾക്കാരോട് പറയുമ്പോൾ അത് അച്ചീവ് ചെയ്യുമ്പോൾ ആക്റ്റീവ് ആവുന്ന റിവാർഡ് സെൻറ്റേഴ്സ് അപ്പോൾ ആക്റ്റീവ് ആവും. അതായത് ശരിക്കും നമുക്ക് തരേണ്ട മോട്ടിവേഷൻ നമ്മളവിടെ സ്ക്വീസ് ചെയ്ത് കളയാണ്. ആൾക്കാരോട് പറയുമ്പോൾ നമുക്ക് ആ ഒരു റിവാർഡ് കിട്ടുമ്പോൾ ശരിക്കും നമുക്ക് ആ ഗോൾ പെർസ്യൂ ചെയ്യാനുള്ള മോട്ടിവേഷൻ നമ്മളിങ്ങനെ കളയാണ് കുറച്ച്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നത് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അത് പെർസ്യൂ ചെയ്യാനുള്ള മോട്ടിവേഷൻ കുറയും. ഇതുപോലെ കണ്ടിന്യൂസ്ലി നമ്മൾ പോസിറ്റീവായി ചിന്തിച്ച് കഴിഞ്ഞാൽ പല നെഗറ്റീവ് വാർണിംഗ് സൈനുകളും നമ്മൾ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയ ജോലി നമ്മൾ കുറേ കാലം പഠിച്ച് നമ്മളൊരു ജോലിയിലേക്ക് കയറുകയാണ്. നമ്മൾ പഠിക്കുന്ന ടൈമിലേക്ക് ഇത് ഭയങ്കര ഡിമാൻഡുള്ള ജോലിയായിരുന്നു. പക്ഷേ ഇപ്പോൾ AI ഒക്കെ വരുന്നതുകൊണ്ട് പുതിയ ടൂൾസുകൾ വരുന്നതുകൊണ്ട് ആ ടൂൾസുകൾ അറിയുന്ന പോലെയാണ് ഇതിൽ കൂടുതലും ത്രൈവ് ചെയ്ത് പോകുന്നത്. ബാക്കിയുള്ളവർക്ക് ജോലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങുന്ന ടൈം ഏകദേശം ഒരു 5-6 കൊല്ലം പഠിച്ച് 2 കൊല്ലം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ആ ജോലിയിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിക്കണം. പുതിയ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ പറയാണ് അതൊന്നും കുഴപ്പമില്ല. കുറേ ആൾക്കാരെ ഓഫീസിൽ നിന്ന് ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുകയാണ് നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, അതൊന്നും കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിലേക്കാണ് ചിന്തിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെ പണി പോകും.